തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിലെ അതിർത്തി ഗ്രാമങ്ങൾ കേരള രൂപീകരണത്തിന് മുൻപ് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടുത്തെ മിക്ക സ്കൂളുകളിലും ഇപ്പോഴും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മുമ്പുണ്ടായിരുന്ന മലയാളം മീഡിയം സ്കൂളുകൾ ഇപ്പോൾ ഇല്ല. തമിഴ്നാട് ഗൂഡല്ലൂർ താലൂക്കിലെ അയ്യങ്കൊല്ലിയിലുള്ള ശ്രീ സരസ്വതി വിവേകാനന്ദ മഹാവിദ്യാലയത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ഇപ്പോഴും 1 മുതൽ 7 വരെയുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ മലയാളം ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. കോഴികൾ കൊക്കി കൊക്കൊക്കോ, കുയിലുകൾ പാടി കുക്കുക്കു. ഇതേതക്ഷര? ഞാൻ ഇവിടെ വന്ന് വായിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മലയാളം ബുക്സ് വായിക്കാൻ. കുറേ സ്റ്റോറീസ് ഉണ്ട്. ഞങ്ങളെ സ്കൂളത്തെ ലൈബ്രറി ബുക്സ് എല്ലാം നല്ല വിഷയത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ അടുത്തെല്ലാം വായിക്കുമ്പോൾ ഒക്കെ അറിയാം. നല്ലതാണ് ബുക്സ് എല്ലാം. മലയാളികളായ കുട്ടികൾക്കൊപ്പം തമിഴ് മാതൃഭാഷയായ കുട്ടികളും ഏറെ താല്പര്യത്തോടെയാണ് മലയാളം പഠിക്കുന്നതെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. 1 മുതൽ 7 വരെ ഇവിടെ ഞങ്ങൾ മലയാളം പഠിപ്പിക്കുന്നു. തമിഴ് മാതൃഭാഷയായ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്, മലയാളം മാതൃഭാഷയായ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്. ഒപ്പത്തിനൊപ്പം ആ തമിഴ് പഠിക്കുന്ന മക്കളെന്ന് മാത്രമല്ല, അവരേക്കാൾ നന്നായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഗൂഡല്ലൂർ താലൂക്കിലെ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയത്തിൽ പഠിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. സത്യഭാമ ടീച്ചറാണ് എന്നോടൊപ്പമുള്ളത്. കോഴിക്കോട് രാമനാട്ടുകരയാണ് സ്വദേശം. തമിഴ്നാട് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ 32 വർഷം മലയാളം അധ്യാപികയായി വിരമിച്ച ടീച്ചറാണ്. എങ്ങനെയായിരുന്നു ഈ തമിഴ്നാട്ടിൽ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോഴുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്? മലയാളികൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ് ഗൂഡല്ലൂർ താലൂക്ക്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ നല്ല താല്പര്യമാണ് കുട്ടികൾക്ക് മലയാളം പഠിക്കാനൊക്കെ. അക്കാലത്ത് സ്കൂളുകളിൽ മലയാളം മീഡിയവും തമിഴ് മീഡിയവും ഉണ്ടായിരുന്നു. സർക്കാർ വിദ്യാലയങ്ങളിൽ മലയാളം 1ാം ഭാഷയായി പഠിക്കാനുള്ള അവസരം 2016 നിർത്തലാക്കിയെങ്കിലും ഇപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മലയാള ഭാഷ ഓപ്ഷണലായി പഠിക്കാം. മാതൃഭൂമി ന്യൂസ്, വയനാട്.